ഹലോ എല്ലാവർക്കും സ്റ്റഡി ഓൾ വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള യൂണിറ്റ് 2 ചാപ്റ്റർ 1 റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ മെൻഡിങ് വോൾ എന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ സമ്മറി ഒന്നും പറയുന്നില്ല. ധാരാളം യൂട്യൂബ് ചാനൽസൊക്കെ ഇതിൻ്റെ സമ്മറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് സമ്മറി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സമ്മറി അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വോൾ? എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞത്, എന്തോ ഒന്ന് മതിലിനെ ഇഷ്ടപ്പെടാത്തതുണ്ടെന്ന്? Answer. The poet says that there is something that does not love the wall because nobody sees or hears anybody breaking the wall. But every spring season, the poet finds the wall is broken. So, it is obvious that there is something that does not love a wall and wants to see it broken. It is this something that makes the ground under the wall swell, causing the stones of the wall to fall down onto either side. മതിലിനെ സ്നേഹിക്കാത്ത ചിലതുണ്ടെന്ന് കവി പറയുന്നു. കാരണം ആരും മതിൽ തകർക്കുന്നത് കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്നാൽ ഓരോ വസന്തകാലത്തും മതിൽ തകർന്നതായി കവി കണ്ടെത്തുന്നു. അതുകൊണ്ട് ഒരു മതിലിനെ ഇഷ്ടപ്പെടാത്തതും അത് തകർക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നുണ്ടെന്ന് വ്യക്തമാണ്. ഈ എന്തോ ആണ് ഭിത്തിയുടെ താഴെയുള്ള മണ്ണ് വീർപ്പിക്കുന്നത്. ഭിത്തിയുടെ കല്ലുകൾ ഇരുവശത്തേക്കും വീഴാൻ ഇടയാകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ പോയറ്റ് മീറ്റ് ഹിസ് നെയ്ബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിംഗ്? എന്തുകൊണ്ടാണ് കവി വസന്തകാലത്ത് കുന്നിനപ്പുറം തൻ്റെ അയൽക്കാരനെ കണ്ടുമുട്ടുന്നത്? ആൻസർ. ദ പോയറ്റ് മീറ്റ്സ് ഹിസ് നെയ്ബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിംഗ് so that they can fix one day and walk along the wall to mend it by picking up the fallen stones and fixing them back. വസന്തകാലത്ത് കുന്നിനപ്പുറത്തുള്ള അയൽക്കാരനെ കവി കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ ഒരു ദിവസം ഉറപ്പിച്ച് മതിലിലൂടെ നടന്ന് വീണക്കല്ലുകൾ പെറുക്കി അത് ശരിയാക്കി വയ്ക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വോൾ? കവിയും അയൽക്കാരനും മതിലിലെ വിടവുകൾ എങ്ങനെ പരിഹരിക്കുന്നു? ആൻസർ. The poet and his neighbor mend the gaps in the wall by walking along the wall on either side and picking up the fallen stones and placing them back on the wall in an effort to mend it. കവിയും അയൽക്കാരനും മതിലിൻ്റെ വിടവുകൾ നന്നാക്കുന്നതിന് ഇരുവശവുമുള്ള ഭിത്തിയിലൂടെ നടന്ന് വീണക്കല്ലുകൾ പെറുക്കിയെടുത്ത് ഭിത്തിയിൽ തിരികെ വയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Why does the poet argue that there is no need of a wall in between his estate and that of his neighbor? തൻ്റെ എസ്റ്റേറ്റിനും അയൽവാസിക്കും ഇടയിൽ ഒരു മതിലിൻ്റെ ആവശ്യമില്ലെന്ന് കവി വാദിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ. The poet argues that there is no need of a wall in between his estate and that of his neighbor because his area is covered with pine trees and the poet's area is full of apple trees. The poet's apple trees will never go to his area to eat the cones of his pines. അയൽവാസിയുടെ പ്രദേശം പൈൻ മരങ്ങളാലും കവിയുടെ പ്രദേശം നിറയെ ആപ്പിൾ മരങ്ങളാലും മൂടപ്പെട്ടിരിക്കുന്നതിനാൽ തൻ്റെ എസ്റ്റേറ്റിനും അയൽവാസിക്കുമിടയിൽ മതിലിൻ്റെ ആവശ്യമില്ലെന്ന് കവി വാദിക്കുന്നു. കവിയുടെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അയൽവാസിയുടെ പൈൻ മരങ്ങളുടെ കോൺ കഴിക്കാൻ അവൻ്റെ പ്രദേശത്തേക്ക് പോകില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ നെയ്ബർ ജസ്റ്റിഫൈ ദ നീഡ് ഫോർ വെയ്റ്റ്സ് ഓർ ഫെൻസസ്? അയൽക്കാരൻ കാത്തിരിപ്പിൻ്റെയോ വേലികളുടെയോ ആവശ്യകതയെ എങ്ങനെ ന്യായീകരിക്കും? ആൻസർ. ദ നെയ്ബർ ജസ്റ്റിഫൈസ് ദ നീഡ് ഫോർ വാൾസ് ഓർ ഫെൻസസ് ബൈ സേയിങ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല വേലികൾ നല്ല അയൽക്കാരനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയൽക്കാരൻ അയാളുടെ ആവശ്യകതയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ പോയറ്റ് കൺസിഡർ ദ സ്പ്രിംഗ് സീസൺ മിസ്ചിയവസ്? എന്തുകൊണ്ടാണ് കവി വസന്തകാലത്തെ വികൃതിയായി കണക്കാക്കുന്നത്? ആൻസർ. ദ പോയറ്റ് കൺസിഡേഴ്സ് ദ സ്പ്രിംഗ് സീസൺ മിസ്ചിയവസ് because it is in that season gaps are found in the wall. He thinks that spring season makes the frozen ground under the wall expand. Because of this expansion, the wall gets cracks, making the upper stones of the wall fall down onto the sides. വസന്തകാലത്തെ വികൃതിയായി കവി കണക്കാക്കുന്നു.
കാരണം ആ സീസണിലാണ് ചുവരുകളിൽ വിടവുകൾ കാണപ്പെടുന്നത്. സ്പ്രിംഗ് സീസൺ മതിലിന് താഴെയുള്ള തണുത്തുറഞ്ഞ നിലത്തെ വികസിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം കരുതുന്നു. ഈ വികാസം കാരണം ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടാകുകയും ഭിത്തിയുടെ മുകളിലെ കല്ലുകൾ വശങ്ങളിലേക്ക് വീഴുകയും ചെയ്യുന്നു. 7th question. What are the contrasting views presented in the poem? കവിതയിൽ അവതരിപ്പിച്ച വൈരുദ്ധ്യ കാഴ്ചകൾ എന്തൊക്കെയാണ്? ആൻസർ: The poet has one view, but the neighbor has a different view. The poet thinks there is no need for a fence or wall between neighbors, especially when the author's area has apple trees and the neighbor's area has pine trees. There is no way that the apple trees will trespass into the neighbor's estate and eat the cones of the pines, but the neighbor thinks that good fences make good neighbors. കവിക്ക് ഒരു വീക്ഷണമാണുള്ളത്, എന്നാൽ അയൽക്കാരൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അയൽക്കാർക്കിടയിൽ ഒരു വേലിയോ മതിലോ ആവശ്യമില്ലെന്ന് കവി കരുതുന്നു. പ്രത്യേകിച്ചും എഴുത്തുകാരൻ്റെ പ്രദേശത്ത് ആപ്പിൾ മരങ്ങളും അയൽവാസിയുടെ പ്രദേശത്ത് പൈൻ മരങ്ങളും ഉള്ളപ്പോൾ. ആപ്പിൾ മരങ്ങൾ അയൽവാസികളുടെ എസ്റ്റേറ്റിലേക്ക് അതിക്രമിച്ച് കയറാനും പൈൻ മരങ്ങളുടെ കോണുകൾ തിന്നാനും ഒരു വഴിയുമില്ല. എന്നാൽ നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന് അയൽക്കാരൻ കരുതുന്നു.